നമുക്കിന്ന് കമ്മീസിൻ്റെയും കുർത്തിയുടെയൊക്കെ ഷോൾഡേഴ്സ് പെർഫെക്റ്റായിട്ട്, അതായത് ഒട്ടും തയ്യൽ കാണാത്ത രീതിയിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഫ്രണ്ട് സൈഡാണ്. അപ്പോൾ ഞാനിതിന് ലൈനിങ് വെച്ചിട്ടാണ് അതിൻ്റെ കഴുത്ത് തയ്ച്ചത്. എന്നിട്ട് ലൈനിങ് ഞാൻ സൈഡിലൊന്നും അടിച്ചിട്ടില്ല, അല്ലാതെ തന്നെ വച്ചിരിക്കുകയാണ്. കൂടാതെ നമ്മളിത് ബാക്ക് സൈഡാണ്, അവിടെയും കഴുത്തൊക്കെ കഴിഞ്ഞു. ഇനി ലൈനിങ് ഇത് കണ്ടോ, ലൈനിങ്ങും ഇത് നല്ല പീസും. ഇനി നമ്മളിത് രണ്ട് നല്ല പീസും ഒരുമിച്ച് വെച്ച് ഷോൾഡറിൻ്റെ ഭാഗം, അതുപോലെ തന്നെ ലൈനിങ്ങും കൂടെ നമ്മൾ ഓപ്പൺ ചെയ്ത്, അതായത് ചുരിദാറിൻ്റെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല വശം ഒരുമിച്ച്, രണ്ടിൻ്റെയും നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട്, അതുപോലെ തന്നെ ലൈനിങ്ങും കൂടെ നമ്മൾ ഒരുമിച്ച് വയ്ക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ രണ്ടും കൂടെ അത് ചേർത്ത് കറക്റ്റായിട്ട് വെക്കണം. ആ ജോയിൻറ്റ്, രണ്ടിൻ്റെയും ജോയിൻറ്റും ഒരുമിച്ച് വെക്കണം, അതുപോലെ ലൈനിങ്ങും ഒരുമിച്ച് വെക്കണം. പിന്നെ നല്ല തുണിയും ഒരുമിച്ച് പെർഫെക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കണം. എന്നിട്ട് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എല്ലാം ഒരുമിച്ചാണോ നോക്കണം, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാവൂ. ഇവിടെ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ രണ്ട് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും സ്റ്റിച്ച് ഒരുമിച്ച് തന്നെ ഇരിക്കണം. എന്നിട്ട് വേണം നമ്മൾ അടിച്ചു കൊടുക്കാൻ. ഇതുപോലെ അടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഒരു സ്റ്റിച്ച് ഇട്ടിട്ടുള്ളൂ, നിങ്ങളെ കാണിച്ചു തരാം. ഇത് തിരിച്ചിടുമ്പോൾ നോക്ക്, ലൈനിങ് ഉള്ളിൽ പോവും. നമ്മളിവിടെ പെർഫെക്റ്റ് എടുക്കേണ്ട, അകവും നല്ല പെർഫെക്റ്റായിട്ട് വന്നു. തയ്യലൊന്നും കാണാൻ പറ്റില്ല ഇനി, അതായത് ലൈനിങ്ങിൻ്റെ അകത്തോട്ട് പോയി ആ തയ്യൽ. അപ്പം നോക്ക്, നമ്മുടെ അകം വശവും പെർഫെക്റ്റായി, അതുപോലെ അകത്തോട്ട് പോവും. ഉണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ തയ്ച്ചത്. നമ്മളിത് തിരിച്ചിടുമ്പോൾ ഇതിങ്ങനെ കിട്ടും. നമ്മുടെ നല്ല ഭാഗം, അതായത് ചുരിദാറിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഞാൻ കാണിക്കുകയാണ്. അകവശം ഇങ്ങനെ ഇരിക്കും, ഇതിങ്ങനെയും ഇരിക്കും, ഫ്രണ്ട് ഇങ്ങനെയും ഇരിക്കും. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ തയ്ച്ചെടുത്തു. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം, തുറന്നിട്ട് ഇതെങ്ങനെ തയ്ച്ചതെന്ന്. നമ്മൾ ആ സൈഡിലൊന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനുണ്ട്. ഇനി ഇപ്പം ഞാൻ ഒരു പ്രാവശ്യം തയ്ച്ചോളൂ, ഇനി രണ്ടാമത്തെ പ്രാവശ്യം ഒന്നും കൂടെ തയ്ച്ച് കാണിച്ചു തരാം. ആ ലൈനിങ്ങും കൂടെ ഒരുമിച്ച് വെച്ചു. അതുപോലെ തന്നെ ചുരിദാറിൻ്റെ പീസുകൾ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചു, ഷോൾഡറിൻ്റെ വശത്തെ. എന്നിട്ട് ആ ലൈനിങ്ങും കൂടെ കൂട്ടി പിടിച്ച് തയ്ച്ചു. ഈ നടുക്കുള്ള ആ സ്റ്റിച്ചും ഒരുമിച്ച് തന്നെ വെച്ചു, ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും. എന്നിട്ട് നല്ല തുണിയും അടിച്ചു കൊടുത്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി അത് നമ്മൾ മറിച്ചിട്ട് കഴിയുമ്പോൾ അത് നീറ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ ആ സൈഡും കൂടെ അടിച്ചു കൊടുക്കുക. നമ്മൾ അടിക്കാത്തൊരു വശം ഉണ്ടാവുമല്ലോ, അതും കൂടെ അടിച്ചു കൊടുക്കണം. അത്രേ ഉള്ളൂ. കണ്ടോ, അതെ. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടി നമുക്ക്. അപ്പോൾ റെഡിമെയ്ഡ് മേടിച്ചമാർ തന്നെ കിട്ടും. അപ്പോൾ താങ്ക് യു.